കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണങ്ങൾ വർജിക്കുന്നതിലൂടെ ദൈവത്തോട് അടുക്കുവാനായിട്ട് പറ്റുമോ? ദൈവം അപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ കേവലം ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നതുകൊണ്ട് മാത്രമാണ് ആദം മരിച്ചത് എന്ന് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. മറിച്ച് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നതിലൂടെ ദൈവകൽപ്പനയുടെ ലംഘനം അവിടെ നടക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് ആദം മാറിപ്പോയി. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിപ്പോകാൻ കാരണമായി തീർന്നത് ഈ ഭക്ഷണത്തോടുള്ള മോഹമാണ്. ജീവിതത്തിൻ്റെ ചില മോഹങ്ങൾ, സ്വാർത്ഥതകൾ, ജീവിതത്തിലെ നമ്മുടെ വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങൾ, ഇതെല്ലാം ദൈവകൽപ്പനയുടെ ലംഘനമായി മാറുന്നുണ്ടെങ്കിൽ നാം പാപത്തിലേക്ക് വീഴ്ന്നു പോവുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നോമ്പിലൂടെ പിതാക്കന്മാർ നമുക്ക് നൽകുന്നു. ഇതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ നോമ്പിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ വർജനം മാത്രമല്ല, ദൈവകൽപ്പനയുടെ അനുസരണമാണ് പ്രധാനപ്പെട്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ.